ഹരേ കൃഷ്ണ. സ്വസ്തിക ചിഹ്നം എവിടെ വരച്ചിടുന്നോ ആ സ്ഥലം പോസിറ്റീവ് ആകും. അതുകൊണ്ട് തന്നെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമെല്ലാം സ്വസ്തിക ചിഹ്നം നമ്മൾ വരച്ചിടാറുണ്ട്. അതുവഴി ഐശ്വര്യം, ഭാഗ്യം, വിജയം, പോസിറ്റീവ് എനർജി എല്ലാം ആ സ്ഥലത്തേക്ക് ആകർഷിച്ചെത്തും. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ സ്വസ്തിക ചിഹ്നം വരച്ചിടുന്നത് വഴി വീട്ടിലെ നെഗറ്റീവ് എനർജി എല്ലാം മാറിക്കിട്ടുമെന്നും അതേപോലെ വീടിൻ്റെ വാസ്തുദോഷം വളരെയധികം കുറഞ്ഞു പോകുമെന്നും വിശ്വാസമുണ്ട്. അത് കറക്റ്റായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ സ്വസ്തിക ചിഹ്നം വരച്ചിട്ട് നമ്മളൊരു ചെറിയ പരിഹാരത്തിലൂടെ നമ്മുടെ പണത്തെ എങ്ങനെ ഇരട്ടിപ്പിക്കാമെന്നും പണം മാത്രമല്ല നമുക്ക് ആവശ്യമുള്ള എന്തും എങ്ങനെ ഇരട്ടിപ്പിക്കാമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക കേട്ടോ. ഇങ്ങനെയാണ് സ്വസ്തിക ചിഹ്നം കറക്റ്റായിട്ട് വരയ്ക്കുന്നത്. ഇതിൻ്റെ നടുക്ക് ഒരു കുത്തുണ്ട്. അവിടെ നമ്മൾ ഗണപതി ഭഗവാനെയാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മൾ കുറച്ച് കുങ്കുമം ഒരു പൊട്ട് പോലെ തൊടണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പണമാണിപ്പം നമ്മൾ ഇരട്ടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നോട്ട് അതിൻ്റെ മുകളിൽ വെക്കുക. 500 വേണമെന്നില്ല, 10 20 എത്രയാ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് വെക്കുക. അതിൻ്റെ മുകളിൽ ഒരു കഷ്ണം മഞ്ഞൾ വെക്കണം. ഇപ്പം നിങ്ങൾക്ക് സ്വർണ്ണമാണ് ഇരട്ടിപ്പിക്കേണ്ടതെങ്കിൽ ഈ പണത്തിന് പകരം സ്വർണം വെക്കണം. ഇത് നമ്മുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ അലമാരയിലോ എവിടെയാണെന്ന് വെച്ചാൽ വെക്കുക. എന്നിട്ട് നമുക്ക് ഈ പൈസ ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ കയ്യിൽ പിന്നെ പൈസ വരുമ്പോൾ അത് ഇവിടെ കൊണ്ട് വെച്ചാൽ മതി. മിനിമം ഒരു 5 രൂപയെങ്കിലും ഇവിടെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തടസ്സങ്ങളെല്ലാം മാറി നമുക്ക് പണം ഉണ്ടാക്കാനുള്ള വഴികൾ തുറന്നു കിട്ടുകയും അതുവഴി നമ്മുടെ പണം പെട്ടെന്ന് ഇരട്ടിച്ച് കിട്ടുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ പോസിറ്റീവ് എനർജി വരാനും വാസ്തുദോഷം കുറയ്ക്കാനും നല്ല ദേവതകളുടെ അനുഗ്രഹം നമുക്ക് കിട്ടാനും വേണ്ടി സ്വസ്തിക എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അതിനായിട്ട് മഞ്ഞൾ, കുങ്കുമം, ചന്ദനം ഇതിൻ്റെ മിക്സ് എടുക്കുക. അതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് പനിനീരിൽ മിക്സ് ചെയ്തെടുക്കുക. ഞാനിങ്ങനെ മഞ്ഞൾ, കുങ്കുമം, ചന്ദനം ഇത് മിക്സ് ചെയ്ത് വെക്കും കേട്ടോ. നിങ്ങൾക്ക് വേണേൽ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. എന്നിട്ട് ഒരു മണത്തിന് വേണ്ടി കുറച്ച് ജവാദിൻ്റെ പൗഡറാണ് ഇപ്പോൾ ചേർത്തത്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. മഞ്ഞൾ, കുങ്കുമം, ചന്ദനം, അരിപ്പൊടി ഇത്രയും മതി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് റോസ് വാട്ടറിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളിത് വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ എങ്ങനെ കറക്റ്റായിട്ട് വരയ്ക്കാമെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ മുകൾ വശത്തായിട്ടാണ് നമ്മൾ സ്വസ്തിക വരയ്ക്കേണ്ടത്. വലത്ത് കൈയുടെ മോതിര വിരൽ കൊണ്ട് വരയ്ക്കണം. നമ്മൾ എവിടെ സ്വസ്തിക വരയ്ക്കുന്നോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേ ചിഹ്നം വരച്ചിടണം. അതായത് ഡോറിൻ്റെ മുൻഭാഗത്തും അതിൻ്റെ പുറകുവശത്തും 2 വശത്തും നമ്മളിത് വരയ്ക്കണം. ഞാനിത് എല്ലാ പൗർണമിക്കും അമാവാസിക്കും തുടച്ചു മാറ്റി പുതിയത് വരച്ചിടാറുണ്ട്. ഈ പരിഹാരം ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാവുന്നതാണ്.